അണവായുധ ലോകത്ത് ഒരാളുടെ കയ്യിലും ഉണ്ടാവരുത് നമുക്കറിയാം. അണുവിനെ വിഘടിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ച സർ ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നീട് അതേക്കുറിച്ച് വല്ലാതെ ഖേദം പ്രചരിപ്പിക്കുന്നുണ്ട്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിൻ്റെ ഭാഗമായി അണുബോംബ് വർഷിക്കുകയും ലക്ഷക്കണക്കിന് മനുഷ്യർ എന്തിനാണ് മരിച്ചു പോകുന്നത് എന്നുള്ള ബോധം പോലും ഇല്ലാതെ നേരം വെളുത്തപ്പോഴേക്ക് ശവമായി തീർന്നതും ഇന്നും അതിൻ്റെ കെടുതി ആ നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ മുമ്പിലുണ്ട്. പച്ച മനുഷ്യർ തൻ്റെ കണ്ടെത്തൽ കൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്, നിരവധിയായ കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും ഈ അണുവായുധം ശ്വസിച്ചും മരണത്തെ പുൽകിയത് കണ്ടിട്ട് അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്താൻ പാടില്ലായിരുന്നുവെന്ന് അദ്ദേഹം വിലപിച്ചതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഇത് ഒരു നാട്ടിലുണ്ടാവാൻ പാടില്ല, അത്രക്ക് മാരകമായ ആയുധമാണിത്. ഈ സംഗതി ഉള്ള ആളുകൾ സംഘടിച്ച് ഇനി വേറെ ആരും അത് ഉണ്ടാക്കാൻ പാടില്ലെന്ന് തിട്ടൂരമിറക്കുന്നു. എന്നാലും അങ്ങനെ ആവട്ടെ എന്ന് കരുതി ഇറാൻ ഇതിൻ്റെ മുന്നേ അങ്ങനെ ഒരു ഈ ആണവ വിരുദ്ധമായ കരാറിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന ഒബാമയുമായി ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു, ബരാക് ഒബാമയുമായി. പക്ഷെ വലിയൊരു കച്ചവടക്കാരനാവുന്ന ട്രംപ് ഇതിൻ്റെ മുന്നേ അമേരിക്കയിൽ ഭരണത്തിലേറിയപ്പോൾ ഏകപക്ഷീയമായി ആ അണുവായുധ നിർമ്മാണ വിരുദ്ധ കരാറിൽ നിന്ന് അയാൾ പിൻവാങ്ങി.